ഇത് തിരുവോണം എന്നുള്ള പ്രത്യേകത അല്ലാതെ തന്നെ 2 പ്രത്യേകതകൾ കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട്. ഒന്നാമത്തേത്, ഇന്ന് നബിദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. പ്രവാചകനായ മുഹമ്മദ് നബി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ നീ വയറു നിറയെ ഭക്ഷിക്കരുത്. അപ്പോൾ ഈ നാട്ടിലുള്ള കേരളത്തിലുള്ള മലയാളികളായ എല്ലാവരും സുഭിക്ഷം ഇന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ പാവപ്പെട്ട, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ആദിവാസികൾ പട്ടിണി സമരം നടത്തുന്നു എന്ന് കേട്ടപ്പോൾ തീർച്ചയായും മനസ്സനുവദിച്ചില്ല എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു ഭക്ഷണം കഴിക്കാനായി. ഇതേ മനസ്ഥിതി തന്നെയാണ് വാസുവേട്ടനും അതുപോലെ തന്നെ പൗരനും എന്നോടൊപ്പം ഇരിക്കുന്നതായ മജീദും എല്ലാവരും മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇന്നേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നബിദിനം എന്നതല്ലാതെ രണ്ടാമതൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ്. സെപ്റ്റംബർ 5-ാം തീയതി സർ എസ് രാധാകൃഷ്ണന്റെ ഓർമ്മയ്ക്കായി ആചരിക്കുന്ന ദിവസം അധ്യാപക ദിനം, അതായത് ഗുരുക്കന്മാരെ ഓർമ്മിക്കുകയും വന്ദിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ദിവസമാണ് ഇന്ന്. അങ്ങനെ വരുമ്പോൾ നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ള എഴുതാനും വായിക്കാനും ഇംഗ്ലീഷും സയൻസും കെമിസ്ട്രിയും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരല്ലാതെ തന്നെ ധാരാളം അധ്യാപകർ നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്ക് സമൂഹത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു, നമ്മുടെ പൂർവികരിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു, കൂടാതെ നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നും അങ്ങനെ എല്ലാവരിൽ നിന്നും നമ്മൾ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സ്കൂളിൽ പഠിക്കുന്ന പഠിത്തത്തെക്കാൾ വലുതായി ഇവരിൽ നിന്ന് കിട്ടുന്ന അറിവും പഠിത്തവും വിജ്ഞാനവുമൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സമൂഹത്തിൽ എങ്ങനെ ഇടപെടണമെന്നും നമ്മുടെ സഹോദരങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നും പ്രകൃതിയെ നമ്മൾ എങ്ങനെ സ്നേഹിക്കണമെന്നും ലഹരി പോലുള്ളതായ വസ്തുക്കളുണ്ടെങ്കിൽ അവയിൽ നിന്നും എങ്ങനെ നമ്മൾ മോചിതരാകണമെന്നും ഒക്കെ നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പൂർവിക വിഭാഗത്തിൽപ്പെടുന്നവരുടെ കണ്ണികളാണ് ഇന്ന് ഇവിടെ നമ്മോടൊപ്പം ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഗുരുക്കന്മാരെ നമുക്ക് എങ്ങനെയാണ് മറക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഈ ഗുരുദിന വന്ദന ദിവസത്തിലും ഇവരെയൊക്കെ നമ്മൾ ഗുരുക്കന്മാരായി കണ്ടുകൊണ്ട് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഇന്നത്തെ തിരുവോണ ദിവസം നമുക്കറിയാം, മലയാളികളെല്ലാം വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നു. ശരിക്കു പറഞ്ഞാൽ തിരുവോണം പോലെ ഒരു ആഘോഷം ലോകത്തിൽ ഒരിടത്തും ഒരു സ്ഥലത്തും നടക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. എന്താണ് കാരണം ചോദിച്ചാൽ ഏറ്റവും പ്രധാനം പൂക്കളമാണ്. പൂക്കളത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അത് ഒരുമയുടെ പ്രതീകമാണ്, ഐക്യത്തിൻ്റെ പ്രതീകമാണ്. എല്ലാതരം പുഷ്പങ്ങളും ഒരു ചട്ടക്കൂടിനുള്ളിൽ നിർത്തിക്കൊണ്ട് അവിടെ പരസ്പരം തോളുരുമ്മി നിന്ന് നമ്മൾ പുഷ്പ അലങ്കാരം നടത്തുകയാണ് ചെയ്യുന്നത്. ചുവപ്പും പച്ചയും മഞ്ഞയും നീലയും എല്ലാ പുഷ്പങ്ങളും അവിടെ ഒരുമിച്ചാണ് കൂട്ടം കൂടി ചേരുന്നത്. അത് ഒരുമയുടെ ഏറ്റവും വലിയൊരു പ്രതീകമാണ്. ആ ഒരുമയാണ് നമ്മൾ പരസ്പരം പ്രദാനം ചെയ്യേണ്ടത്. ചിങ്ങത്തിൽ തുടങ്ങുന്ന ഈ ഒരുമ തീർച്ചയായിട്ടും ആ വർഷം മുഴുവൻ നീണ്ടു നിൽക്കണം എന്നുള്ളതാണ് ആവശ്യം. രണ്ടാമത് നമ്മൾ പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഈ സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ അതിനൊരു ശാസ്ത്രീയതയുണ്ട്. എന്താണ് ശാസ്ത്രീയത? നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോണുകളുണ്ട്. ഹാപ്പി ഹോർമോൺ എന്ന് പറഞ്ഞാൽ പ്രധാനമായും 4 തരം ഹാപ്പി ഹോർമോണുകളാണ് ഉള്ളത്. അതിലൊന്ന് ഡൊപ്പോമിൻ എന്ന് പറയുന്നതാണ്. ഈ സ്നേഹം പങ്കുവെക്കുമ്പോൾ, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് ഡൊപ്പോമിൻ. ആ ഡൊപ്പോമിൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ഊർജ്ജവും ഉന്മേഷവും ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന മറ്റൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അത് എപ്പോഴാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ചോദിച്ചാൽ സോഷ്യലൈസേഷൻ ഉണ്ടാകുമ്പോൾ, നമ്മൾ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ, സാമാന്യ യുക്തി പ്രയോഗിച്ച് നമ്മൾ അവരുടെ കൂടെ ഇടപഴകുന്ന സമയത്ത് നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒന്നാണ് ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. അതും ഓണാഘോഷ സമയത്ത് നടക്കുന്നുണ്ട്. മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നു, മറ്റുള്ളവർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു, അങ്ങോട്ട് പോകുന്നു. അങ്ങനെയുള്ള ഒരു പ്രത്യേകത കൂടി ഇവിടെ നടക്കുന്നു. പിന്നെ മൂന്നാമത് മറ്റൊന്നാണുള്ളത് സെറോട്ടോണിൻ. ഈ സെറോട്ടോണിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സേവനം ചെയ്തു കൊടുക്കുമ്പോൾ, മനസ്സറിഞ്ഞൊരു ഉപകാരം ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒന്നാണ് ഈ സെറോട്ടോണിൻ.
അതും ഈ ഓണാഘോഷ സമയത്ത് നടക്കുന്നുണ്ട്. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് ഓണപ്പുടവ കൊടുക്കുന്നു, അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കുന്നു, അവരെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള സേവനങ്ങൾ നമ്മൾ ഈ സമയത്ത് ചെയ്തു കൊടുക്കുന്നു. പിന്നെ നാലാമതൊന്ന് പറയുന്നതാണ് എൻഡോർഫിൻ. എൻഡോർഫിൻ എങ്ങനെ ചോദിച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട കളികളിൽ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഓണാഘോഷങ്ങളിൽ വളരെ വലിയ ഒരു സ്ഥാനമാണ് ഓണക്കളികൾക്കുള്ളത്. അങ്ങനെ ഇഷ്ടപ്പെട്ട കളികൾ നമ്മൾ ചെയ്യുമ്പോൾ, കൂട്ടുകൂടി ചെയ്യുമ്പോൾ, പരസ്പരം സ്നേഹം പങ്കിടുമ്പോൾ എല്ലാം എൻഡോർഫിൻ അടക്കമുള്ളതായ മറ്റു ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ മാനസികമായി വളരെയധികം കരുത്തും സന്തോഷവും പ്രദാനം ചെയ്യുന്ന ഒരു ഓണാഘോഷ സമയത്ത് നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ളവർ പട്ടിണി കിടക്കുകയും അതോടൊപ്പം അവർ അവരുടെ കിടക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഒരു ഇടത്തിന് വേണ്ടി സമരം ചെയ്യുകയും ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് വീട്ടിലിരിക്കാൻ സാധിക്കും? അതുകൊണ്ട് ഈ സമരത്തിന് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി ഓണസദ്യ ആറന്മുള വള്ളം സദ്യയെക്കാളും കേമമാണ് എന്നുള്ളതാണ് ഒരു കണക്കിന് പലരും പറഞ്ഞിട്ടുള്ളത്. ഈ ഓണസദ്യയിൽ വിളമ്പുന്നതായ വിഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ അടുത്ത ദിവസം മനസ്സിലാക്കാൻ സാധിച്ചത്, ഇതിൽ വിളമ്പുന്ന ഈ ചൂടുള്ള ചോറ് ഇലയിൽ വിളമ്പുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗന്ധമുണ്ട്. ആ ഗന്ധം തൊട്ട് ഓരോ ഇനത്തിനും അതിൻ്റേതായ അതിൻ്റേതായ മാറ്റങ്ങൾ ശരീരത്തിൽ ചെലുത്തുന്നുണ്ട്. അത്രയും നല്ല കെമിക്കൽ റിയാക്ഷനാണ് ശരീരത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഓണസദ്യയും അതുപോലെ തന്നെ ഓണ ആഘോഷവും ഒക്കെ വളരെ വളരെ ഗംഭീരമായും എണ്ണപ്പെട്ടതുമായി മാറിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഈ ദിവസം ഈ കാലിയലയ്ക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ളതായ ഓണസദ്യ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാനുള്ളതായ സന്ദർഭം ഉണ്ടാക്കി തന്ന ഈ അധികാരികൾ മനസാക്ഷി ഉള്ളവരാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. ഈ പൂർവികർ, ഇവരുടെ ഭൂമി യഥാർത്ഥത്തിൽ ഇവരുടേതായിരുന്നു. ഈ ഭൂമി മുഴുവൻ ആദിവാസികൾ, നമ്മുടെ പൂർവികർ, അവരുടെ ഭൂമി, അവരുടെ വീട്, അവരെ അതിൽ നിന്ന് അടിച്ച് പുറത്തേക്കാക്കി കഴിഞ്ഞ് ഇത് സർക്കാരിൻ്റേതാണെന്ന് പറയുക, എന്നിട്ട് അതിൻ്റെ ഉടമസ്ഥാവകാശം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നതായ അവർക്ക് കൊടുക്കാതിരിക്കുക, അവരെ തെരുവിലിറക്കുക, ഇതല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ജയ് ഹ്യൂമാനിറ്റി എന്ന വാക്കോടുകൂടി ഈ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഈ വർഷം മാത്രമല്ല എല്ലാ വർഷങ്ങളിലും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.